വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ SSC MTSന്റെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 287. 287 is related to 398. In certain logic, following the same logic, 378 is related to 489. അങ്ങനെയാണെങ്കിൽ 852 related to 2 3 8 9 7 8 3 plus 1 4 7 plus 1 8 8 plus 1 9. അപ്പൊ 8 plus 1 9 5 plus 1 6 2 plus 1 3. ഇപ്പൊ 963 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് A stand for plus. ഇവിടെ തന്നിരിക്കുന്നതിൽ A stand for plus, B stands for into. B stands for എന്താണ്? into ആണ്. B stands for into. C stands for plus. C എന്താണ്? plus ആണ്. D stands for minus ആണ്. B stands for into 5. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ ആൻസർ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 116 into 14 equal to 24 plus 114 into 14 64 116 into 14 64 24 ശിഷ്ടം 2 1 4 4 2 1 4 4 2 6 1 4 4 1 6 16 24 മൈനസ് ഇവിടെ 87. A stands for ഇവിടെ ഭാഗം എന്നാണ്, ഡിവിഷൻ ആണ്. B stands for into 14. D stands for minus. C stands for plus. 14. C stands for plus. B stands for into 5. Three into 14 minus 24 plus 14 plus 30. അറുപത്തിരണ്ടായിട്ട് കിട്ടും. What would come in place of question mark in the given series എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇത് ഡിഫറൻസ് എടുക്കുമ്പം 6 കിട്ടും. ഇവിടെ 18 കിട്ടും. ഇൻറ്റു 3 ആണല്ലോ. ഇവിടെ ഇൻറ്റു 3 ചെയ്താൽ എത്ര കിട്ടും? 54 കിട്ടും. 54 ഇവിടെ ഡിഫറൻസ്. ഇവിടെ 54 ഇൻറ്റു 3 ചെയ്താൽ 54 ഇൻറ്റു 3 12 162. 162 പ്ലസ് 87
7 8 9 8 2 10 14 1 2 249. അപ്പൊ ഇവിടെ ഡിഫറൻസ് എടുക്കുക ഓരോ ടേമിന്റെയും. അപ്പൊ ഇവിടെ 6 വരും, ഇവിടെ 18 ആണ്. അപ്പൊ 6 കിട്ടിയത് ഇൻറ്റു 3 ചെയ്തപ്പോഴാണല്ലോ. അപ്പൊ 18 × 3 അടുത്ത ഡിഫറൻസ് 54. 54 × 3 എത്രയാണ്? 162 ആണ് എന്തിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? 87ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ സി ഡി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ. അപ്പൊ ഇവിടെ ഓ വരുന്ന ഓപ്ഷനിൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഓ ഇസഡ് എക്സ് ആണ് ഇവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഗിവൺ സീരീസ് ആണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഡിഫറൻസ് 6, ഇവിടെയോ 36. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പം 261 45 കുറച്ച് നോക്കാം. 11 5 വകെ 6 5 4 വകെ 1. അപ്പൊ ഇവിടെ എത്ര ഡിഫറൻസ്? 16. അല്ല, ഇവിടെ 216 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പം ഇവിടെ 6 ആണെങ്കിൽ ഇത് 6² ആണ് ഡിഫറൻസ്. ഇവിടെ 6³ ആണ്. അപ്പൊ 6⁴ ആണ് ഇതിന്റെ ഡിഫറൻസ്. 6⁵ ആണ് അടുത്ത ഡിഫറൻസ് വരുന്നത്. അപ്പൊ 216 × 6 6 36 3 1 6 9 62 6 6 36 3 5 6 9 17 1 6 7 6. അപ്പൊ 1 5 5 7 പ്ലസ് 7 7 7 6 3 7 5 1 6 7 13 7 3 10 7 12 13 1 7 8 9 9 3 3. ഇതാണ് അടുത്ത ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. Select the option that represent the correct order of the given words as they would appear in English dictionary എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വാരിയേഴ്സ്, വെയർഹൗസ്, വെയർക്രാഫ്റ്റ്, വാറന്റി, വാർഡ്രോബ്, വാർഡൻഷിപ്പ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് വാർക്രാഫ്റ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ അതേ ഓർഡറിലാണ് കൊടുക്കേണ്ടത്. വാർക്രാഫ്റ്റ് ആണ് ആദ്യം വരിക, പിന്നീട് വാർഡൻഷിപ്പ് വരും, പിന്നീട് നമുക്ക് 5ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള വാർഡ്രോബ്, അത് കഴിഞ്ഞ് 2 വെയർഹൗസ്, 4 വാറന്റി, വാരിയേഴ്സ് ഇങ്ങനെയാണ് പോകുന്നത്. അടുത്തത് 3 statements are given followed by 4 conclusions ആണ്. അപ്പൊ നമുക്ക് assuming statement to be true even if they seem to be at variance with the commonly known facts, decide which of the conclusions logically follow. Some discs are trays, some discs are trays. Some discs are trays, some trays are plates, some trays are എന്താണ് plates ആണ്. Some plates are discs, some plates disc. Some disc are tray, some tray are plates. എന്താണ് some plates എന്താണ് disc ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ഇത് ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ all discs are plates, all discs are plates ആണോ? അല്ല. all plates are disc ആണോ? അല്ല. some plates are trays, some plates are trays ശരിയാണ്. all trays are disc ശരിയാണോ? അല്ല. only conclusion 3 മാത്രമാണ് ഇവിടെ വരുന്നത്. 3 different positions of some dice are shown. Find the number on the face opposite the face showing 4. 4 കാണിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് വരുന്ന എന്താണെന്നാണ് എഴുതാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് 4ന് അഡ്ജസ്റ്റന്റ് 5ഉം 6ഉം ഉണ്ടെന്നറിയാം. ഇവിടെ നോക്കാം, ഈ ഒരു ഫിഗറിൽ 4ൽ അഡ്ജസ്റ്റന്റ് 5 6. പിന്നെ നമുക്ക് വേറെ ഫിഗർ ഒന്നും തന്നിട്ടില്ല.
നമുക്ക് 6 adjacent എന്താണ് 3 ഉം 2 ഉണ്ട് അല്ലെ 6 adjacent 3 ഉം 2 ഉണ്ട്. ഇവിടെ 6 adjacent ആണ് 5 ഉം 3 ഉം. 6 adjacent എന്തൊക്കെ വരുന്നുണ്ട് 2 3 5 2 3 5 6 adjacent 2 3 5. ഓക്കെ, അപ്പൊ 2 3 5 ഇത് മൂന്നും ഈ 6 adjacent ആയിട്ട് വരുന്നതാണ് 2 3 5. അപ്പൊ നമുക്കിവിടെ 3 ആണ് എന്ത് ചെയ്യാനുള്ളത് 4ന്റെ ഓപ്പോസിറ്റ് വരാനായിട്ട് സാധ്യതയുള്ളത് എന്ന് പറയുന്നത് 3 മാത്രമാണ്. ഇത് നോക്കൂ, രണ്ടെണ്ണം ഈ ഫസ്റ്റ് രണ്ടെണ്ണം റിലേറ്റ് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ, അതായത് സെക്കൻഡ് ഫസ്റ്റിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അടുത്തത് അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റിലേഷൻ? 5 ക്യൂബ് ആണ് 125 ഇൻറ്റു 5 ചെയ്താൽ എത്ര കിട്ടും 625 കിട്ടും. 8 ക്യൂബ് എത്രയാണ് 512 ആണ് ഇൻറ്റു 5 ചെയ്താൽ 2560 കിട്ടും. അതുപോലെ നമുക്ക് 10 ക്യൂബ് 1000 ഇൻറ്റു 5 ചെയ്താൽ 5000. ഇവിടെ 10 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Select the correct combination of mathematical science that can sequentially replace the science and balance the given equation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ 256 divided by 4 minus 9 into 3 plus 14 equal to എന്താണ് 51 എന്ന് കിട്ടുന്നത് നോക്കാം. 6 4 24 16 4 16 64 minus 27 plus 14. 64 27 പോയാൽ എത്ര 14 7 7 37 37 plus 4 7 4 11 51. അടുത്ത് select the option that represents the letters that when placed from left to right in the following blanks will complete the letter series. CL VEC WECLO COE ഇങ്ങനെയാണ് പോകുന്നത്. നമുക്കിവിടെ CLO VEC CLO VEC LWECLO CEO LE. ഇത് നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 വേർഡ്സ് ഉണ്ട്, 18 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കിതിനെ 3യുടെ 3 6 പാർട്ടാക്കിയാലും മതിയാകും. CLO ഇവിടെ O എടുക്കുക, VEC അത് കഴിഞ്ഞിട്ട് L
W, LWE, CLO, O, C, X. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. 1, 2, 3 ഈ രീതിയിൽ പോവുകയാണെങ്കിൽ CLO, VEC, LWE, CLO, OC, X, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. നമുക്കിത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. In a certain code language, table is coded as ELEAT, string is coded as GNLWS. How will frame be coded in the same language എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, AB, TA, ടേബിൾ, അത് നമുക്ക് എന്ത് എഴുതു? TA നമ്മുടെ ഇവിടെ തിരിച്ച് AT എന്ന് എഴുതി. LE എന്ത് ചെയ്തു? ഇവിടെ E അല്ലെന്ന് എഴുതി. B കഴിഞ്ഞിട്ട് CDE 2 പ്ലസ് ചെയ്തു, E എഴുതി. ഇതിവിടെ നോക്കൂ, SW തിരിച്ച് ഇവിടെ കൊണ്ടുപോയി WS ആക്കി. അടുത്തത് NG ഇവിടെ GN എന്നായി, I കഴിഞ്ഞിട്ട് JKL, ആ രീതിയിൽ പോകുന്നു. അപ്പൊ ഇവിടെ ME നമ്മൾ EM എന്ന് എഴുതി, FR RF എന്ന് എഴുതി, A കഴിഞ്ഞ് BCD, EMD RF, ഇങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 58 ഭാഗം 28. ഇത് കറക്റ്റ് ആക്കണം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ പറ്റും എന്നുള്ളതാണ്. അപ്പൊ മൈനസും പ്ലസ് റീപ്ലേസ് ചെയ്ത് നോക്കുക. 588 ഭാഗം 28 ഇൻറ്റു 32 മൈനസ് 72 പ്ലസ് 160 ചെയ്താൽ 760 കിട്ടുമോ? ഇവിടെ 4 7 28, 8 7 56, 4 7 28, 2 4 1. ഓക്കെ, ഇവിടെ 4 വെച്ച് വെട്ടി. ഇവിടെ 21 ഇൻറ്റു 32 ചെയ്യുമ്പോഴത്തേക്ക് 1 2 4 7 672 മൈനസ് 72 പ്ലസ് 160 ഈക്വൽ ടു എത്ര കിട്ടും? 760 കിട്ടുന്നുണ്ട്. ഓക്കെയാണ്. മൈനസും പ്ലസിനെയാണ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് വേറെ ക്ലാസ്സിലൂടെ നോക്കാം.